ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സൗമ്യാസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. എങ്ങോട്ടാണ് ഈ യാത്ര? എന്തിനാണ് ഇത്ര ധൃതിയിൽ എല്ലാവരും ഒരുങ്ങുന്നത്? മനസ്സ് നിറയെ ഒരുപാട് സന്തോഷവും ചെറിയൊരു ആകാംക്ഷയുമായി ഞങ്ങൾ ഇറങ്ങുകയാണ്. എങ്ങോട്ടാണെന്നല്ലേ? ഈ വീഡിയോയുടെ അവസാനം വരെ കൂടെ ഉണ്ടെങ്കിൽ ആ സർപ്രൈസ് നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മുടെ ജീവിതത്തിലെ ചില യാത്രകൾ വെറും യാത്രകളല്ല, അത് പ്രിയപ്പെട്ടവരിലേക്കുള്ള ദൂരമാണ്. യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ലുലു മാളിന് മുന്നിലെ ഈ കാഴ്ചയൊന്ന് നോക്കൂ. വിരിഞ്ഞു നിൽക്കുന്ന ഈ പൂക്കൾ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു പ്രത്യേക ഉന്മേഷമാണല്ലേ. മഞ്ഞുകാലം ആസ്വദിക്കാൻ വേണ്ടി UAE ഗവൺമെന്റ് നമ്മുടെ പ്രകൃതിയെ എത്ര കരുതലോടെയാണ് സംരക്ഷിക്കുന്നത്. ഈ പച്ചപ്പും ഭംഗിയും കാണുമ്പോൾ ശരിക്കും നാട്ടിലെ ഓർമ്മകൾ വരും. അങ്ങനെ തോന്നാറില്ലേ കൂട്ടരെ? അങ്ങനെ വണ്ടിയിലിരുന്ന് നർമ്മരസത്തോടെയുള്ള ചില സംഭാഷണങ്ങളുമായി ഞങ്ങൾ യാത്ര മുന്നോട്ട് തുടരുകയാണ്. എങ്ങോട്ടാണെന്നല്ലേ? റാസൽ ഖൈമ ബസ് സ്റ്റേഷനിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. റാസൽ ഖൈമ ബസ് സ്റ്റേഷന്റെ അടുത്ത് അപ്പോൾ ഏകദേശം നമ്മൾ എത്തിക്കഴിഞ്ഞു. അതാ ഇതിന്റെ ബാക്കിലായിട്ടാണ് റാസൽ ഖൈമ ബസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. എന്റെ ആദ്യത്തെ ബസ് യാത്രയാണ് കേട്ടോ. എങ്ങോട്ടാണെന്നല്ലേ? റാസൽ ഖൈമയിൽ നിന്ന് അലൈനിലേക്കാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ഇവിടെ നിന്നും അലൈനിലേക്കുള്ള ടിക്കറ്റ് ഞങ്ങൾ എടുത്തു. 50 ദിറംസ് ആണ് ടിക്കറ്റ് നിരക്ക്. ഒരാൾക്ക് 50 ദിറംസ്. ബസ്സിനുള്ളിൽ നല്ല സൗകര്യങ്ങളാണ് കേട്ടോ. ബോറടിക്കാതിരിക്കാൻ നല്ല സ്പീഡുള്ള ഫ്രീ വൈഫൈയും ലഭ്യമാണ്. ഇനി നമുക്ക് യാത്ര തുടങ്ങാം. സത്യം പറഞ്ഞാൽ ഇക്കയ്ക്കും കൂടി വരണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ ജോലി തിരക്ക് കാരണം ലീവ് കിട്ടാത്തത് കൊണ്ട് ഇക്കയ്ക്ക് വരാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ മാത്രമാണ് യാത്ര ചെയ്യുന്നത്. ഞങ്ങളെ ബസ്സിൽ കയറ്റി സീറ്റിലൊക്കെ ഇരുത്തി ബസ് സ്റ്റേഷനിൽ നിന്ന് നീങ്ങുന്നത് വരെ ഇക്ക കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങിയാലോ? നമ്മൾ പ്രവാസികൾ നാട്ടിൽ അച്ഛനെയും അമ്മയെയും ബന്ധുക്കളെയും ഒക്കെ വിട്ട് ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ഇടയ്ക്കെങ്കിലും നമ്മളെ തിരക്കി വരാനും നമുക്ക് എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടി ചെന്ന് കയറാനും പറ്റിയ ഒരിടം ഉണ്ടാവുക എന്നത് വലിയൊരു ഭാഗ്യമാണല്ലേ. ഒറ്റയ്ക്കായി പോയി എന്ന് തോന്നുമ്പോൾ ഓടിച്ചെല്ലാൻ നമ്മുടെ രക്തത്തിൽ പിറന്നവർ കൂടെ ഉണ്ടെന്നത് നൽകുന്ന ഒരാശ്വാസം ഒന്ന് വേറെ തന്നെയാണ്. ബ്രദർ അവിടെ നിൽപ്പുണ്ടായിരുന്നു.
ഒരുപാട് നാളുകൾക്ക് ശേഷം പ്രിയപ്പെട്ടവരെ കാണുമ്പോഴുള്ള ആ ഒരു സന്തോഷം അത് വാക്കുകൾക്കപ്പുറമാണ്. ഇനിയുള്ള സുന്ദര നിമിഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അലൈനിൽ ചെന്ന ശേഷം ഒരു ചായ കുടിക്കാനായി ഞങ്ങൾ വുഡ് ഹൗസ് റെസ്റ്റോറന്റിൽ കയറി. ഈ റെസ്റ്റോറന്റിന്റെ ആംബിയൻസ് ഒന്ന് കാണേണ്ടത് തന്നെയാണ്. അങ്ങനെ വുഡ് ഹൗസ് റെസ്റ്റോറന്റിലെ ആ ചൂട് ചായയുടെ രുചിയിൽ വളരെ ഫ്രഷായി മാറാൻ സാധിച്ചു. റെസ്റ്റോറന്റിനുള്ളിൽ തന്നെ മനോഹരമായ ഒരുപാട് ഫോട്ടോ പോയിന്റുകളും സെൽഫി സ്പോട്ടുകളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് നല്ല ചിത്രങ്ങൾ പകർത്താനും മറന്നില്ല. അതിൻ്റെ ഉള്ളിലെ ആ ഡെക്കറേഷൻസ് കണ്ടപ്പോൾ വേറൊരു ലോകത്ത് നമ്മൾ എത്തിയതുപോലെ തോന്നി. പിന്നെ ഒന്നും നോക്കിയില്ല, ഓടി നടന്ന് സെൽഫിയും ഫോട്ടോയും എല്ലാം എടുത്ത് തകർക്കുമായിരുന്നു. പിന്നീട് നേരെ പോയത് നാളത്തെ സ്പെഷ്യൽ പ്രോഗ്രാമിന് വേണ്ടിയുള്ള ഡ്രസ് പർച്ചേസിങ്ങിന് വേണ്ടിയാണ്. എല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോൾ ചെറിയൊരു മഴച്ചാറ്റൽ കൂട്ടിനുണ്ടായിരുന്നു. ആ ഒരു തണുത്ത അന്തരീക്ഷത്തിൽ നേരെ അലൈനിലെ വീട്ടിലേക്ക്. ഇനിയുള്ള മറ്റു വിശേഷങ്ങൾ നാളത്തെ പ്രോഗ്രാമിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ആദ്യത്തെ ബസ് യാത്രയുടെ വിശേഷങ്ങൾ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഉടനെ അടുത്ത വീഡിയോയുമായി കാണാം.